നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൈവശത്തെക്കുറിച്ച് ഉള്ള ഒരുപാട് പേരുടെ ചോദ്യമാണ്. കൈവശം അത് നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന്. പക്ഷേ ആദ്യമേ ഞാൻ പറയുന്നു, കൈവശം എന്ന് പറയുന്നത് സത്യസന്ധമായൊരു കാര്യമാണ്. അത് നമ്മുടെ ചുറ്റിനും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുന്ന, എനിക്ക് കൈവശമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അന്വേഷിച്ച് ചെല്ലുന്ന പലർക്കും പറ്റുന്ന ഒരു അബദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ കൈവശം അതുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൈവശമുണ്ട്. ഒരാളിൻ്റെ സൗഖ്യത്തെ, സന്തോഷത്തെ കെടുത്തുവാനായിട്ട് ശത്രുക്കൾ ചെയ്യുന്ന ഒരു വഴിയാണ്, അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് കൈവശം എന്ന് പറയുന്നത്. കൈവശം ഉള്ളതുകൊണ്ടാണ് ഇന്ന് കൈവശത്തിന് പ്രതിവിധി ചെയ്യുന്ന ക്ഷേത്രം ഉണ്ട്. വളരെ പ്രസിദ്ധിയായിട്ട ഒരു ക്ഷേത്രമാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ പോയി ഒരുപാട് പേര് അതിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ അവർ എത്തപ്പെടുന്നത്? ഏതെങ്കിലും ജ്യോതിഷ്യരുടെ അടുത്തോ പോറ്റുമാരുടെ അടുത്തോ ഒക്കെ ചെന്ന് ചോദിക്കും, എനിക്കിങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും, നിങ്ങൾക്ക് കൈവശമുണ്ട്, വിട്ടോളാൻ പറയും. ഇതാണ് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാനാകട്ടെ, എൻ്റെ അടുത്ത് വരുന്നിടത്ത് ഞാൻ പറയാറുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യസന്ധമാണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ അതുമായി അതിന് പ്രതിവിധിയായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നിട്ടില്ല എങ്കിൽ, അതിൻ്റെ ഒരു സാധ്യതയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം ഈ ശത്രുദോഷം, മാരണദോഷം, വിളിച്ചപേക്ഷദോഷം, കൺപേറദോഷം, ഈ കൈവശം എന്നൊക്കെ പറയുന്നത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള, രണ്ടാൾക്കാർ തമ്മിലുള്ള പരസ്പരം തമ്മിൽ ഒരു വിരോധമുണ്ടാകുക, അതുവഴി വരുന്നതുമൊക്കെയാണ്. അപ്പോൾ ഈ കൈവശം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ ബാധിക്കും, നമ്മുടെ മൈൻഡിനെ ബാധിക്കും, തുടർന്ന് വരുന്ന നമ്മുടെ ഭാവി ജീവിതത്തെയും അത് ബാധിക്കും. ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഞാനത് പ്രതിവിധി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും ഈ ഒരു വഴിയാണ്. പോറ്റിമാരായാലും ജ്യോതിഷമാരായാലും. ഞാനും ഒരു ക്ഷേത്രതന്ത്രിയാണ്, പോറ്റിയാണ്, ജ്യോതിഷിയാണ്. പക്ഷേ ഞാൻ തന്നെ തുറന്നു പറയുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിക്കാനുള്ളൊരു വഴിയാണ് ഈ കൈവശം എന്ന് പറയുന്നത്. കാര്യം ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നു, അവർക്ക് ചില മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നു. ഓടി വിശ്വാസമുള്ള ഒരാളടുത്ത് ചെല്ലുന്നു, ഇല്ലെങ്കിൽ അയാളടുത്ത് പോയാൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അയാൾ പറയുന്നു, നിങ്ങൾക്ക് കൈവശം തന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു പോകും. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നത്. കാര്യം ഒരാൾക്കൊരു കൈവശം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരാണ് തന്നത് അതുകൂടി ഈ പറഞ്ഞ, അതായത് ഈ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞ ആൾ പറയാൻ തയ്യാറാകണം. അത് പറയും. കാര്യം എന്ന് വെച്ചാൽ ആരാണ് അവരുടെ ശത്രു എന്ന് മനസ്സിലാക്കിയിട്ട് അവരാണെന്ന് പറയും. പക്ഷെ എന്തിനാണെന്ന് കൂടി പറയണം. അതിന് ഞാനൊരു ഉദാഹരണം കൂടി പറയാം. അങ്ങനെ ഒരുപാട് പേർക്ക് ഇന്ന് പറ്റുന്നുണ്ട്. അവർ അവിടെ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഛർദ്ദിച്ച് കുടൽ വരെ പുറത്തു വരും. പക്ഷെ വീണ്ടും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഏറുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റേതെങ്കിലും വഴിക്കൊരു ദോഷം വന്നാലും, എങ്ങനെ വന്നാലും, അല്ലെങ്കിൽ ഒരു രോഗം വന്നാലും കൈവശം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഓടി പോകും. കാര്യം വെച്ചാൽ കൈവശത്തെക്കുറിച്ച് എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ പോകുന്നുണ്ട്. അതാണ് ഇതിനകത്ത് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം. ജനങ്ങൾ വിശ്വസിച്ച് വരുന്നു, അവരെ പറ്റിക്കുന്ന ഒരു പ്രവണത ഇന്ന് ഉണ്ട്, കൈവശത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. അതിന് പ്രത്യക്ഷത്തിൽ എനിക്ക് അറിയാവുന്നൊരു ഉദാഹരണം ഉൾപ്പെടെ ഞാൻ പറയാം. ഒരു കുടുംബത്തിൽ ഒരു അച്ഛനും അമ്മയും ഒരു മകനും മാത്രമേ ഉള്ളൂ. ഈ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെ രണ്ടാം വിവാഹമാണ്. രണ്ടുപേർക്കും ആദ്യത്തേൽ കുട്ടികളുണ്ട്. അപ്പം അതിൽ ഈ അമ്മയുടെ കൂടെ ഒരു മകനുണ്ടായിരുന്നു. ആ മകനെയും ഇദ്ദേഹം സ്വന്തം മകനെ പോലെ കണ്ട് വളർത്തിയെടുക്കുകയാണ്. വർഷങ്ങളോടെ അവരൊന്നിച്ച് ജീവിച്ചു. ഈ മകൻ വളർന്നു, ചെറുപ്പക്കാരനായി. ശരിക്കും പറഞ്ഞാൽ ആ പ്രദേശത്ത്, അവർ താമസിക്കുന്ന പ്രദേശത്ത് ഇത്രയും ലാവിഷായി ജീവിക്കുന്ന, റിച്ചായി ജീവിക്കുന്ന മറ്റാരും ഇല്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക്, അതായത് സ്വന്തം പിതാവ് അല്ലെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും, വാഹന സൗകര്യങ്ങളും ഉൾപ്പെടെ സകലതും ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഒരു സന്ദർഭത്തിൽ ഇവർ തമ്മിൽ പിരിയേണ്ടി വരുന്നു. പിരിഞ്ഞു എന്ന് വെച്ചാൽ പൂർണ്ണമായും പിരിഞ്ഞിട്ടില്ല, അവർ മാറി താമസിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. ഈ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ, പക്ഷെ വന്നു കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം അവരെ കാര്യമായി തന്നെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്.
അതായത് ഒരു മാസം എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് അവർക്ക് വേണ്ടി അദ്ദേഹം അപ്പോഴും ചിലവാക്കിക്കൊണ്ടിരിക്കുന്നതും കൊടുക്കുന്നത്. കാര്യം ഒരു വിധത്തിലും ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരാത്ത വിധത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴുള്ള ചിന്ത, തെറ്റ് മനസ്സിലാക്കി എന്നെങ്കിലും അവർ തിരിച്ചു വരും. കാര്യം ആ രണ്ടുപേരും ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ അപ്പോഴത്തേക്ക് അവർക്കൊരു കുഴപ്പവും സംഭവിക്കരുത്. അവർ ദാരിദ്ര്യ ദുഃഖങ്ങളോ അനുഭവിച്ചു വന്ന ആ ഒരു എന്താണ് ഐശ്വര്യമൊത്തൊരു ജീവിതം അല്ലെങ്കിൽ സമ്പത്ത് നിറഞ്ഞൊരു ജീവിതം അവർക്ക് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ട് അവർക്കൊന്നുമില്ലാത്തവരായിരുന്നു. പക്ഷെ എല്ലാം ഉണ്ടാക്കിയാണ് അദ്ദേഹം കിടന്ന് കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ സ്ത്രീ ഓടി ഒരു പോറ്റിയുടെ അടുത്ത് പോയി എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത്. അപ്പം അയാൾ കാര്യങ്ങളൊക്കെ കേട്ടു. ഒരു ക്ഷേത്രത്തിൽ പോറ്റിയാണെന്നാണ് അറിഞ്ഞത്. കേട്ടിട്ട് പറഞ്ഞു, അദ്ദേഹം നിങ്ങൾക്ക് കൈവശം തന്നിരിക്കുന്നു, നിങ്ങൾക്ക് മകനും കൈവശം തന്നിരിക്കുന്നു. ഈ സ്ത്രീ അത് പാടെ വിശ്വസിച്ചു. എന്നിട്ട് ഏതോ ക്ഷേത്രത്തിലേക്ക് പോയി മരുന്നൊക്കെ കുടിച്ച് ഛർദ്ദിച്ചതിന് ശേഷം അത് പലയിടത്തും പറയുന്നു, അദ്ദേഹം എനിക്കും എൻ്റെ മകനും കൈവശം തന്നു എന്നുള്ള കാര്യം. ഇതറിഞ്ഞ പലരും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾക്ക് കൈവശം തന്നത്? അത് ഞങ്ങളെ നശിപ്പിക്കാനും ഞങ്ങളുടെ സ്വത്ത് അദ്ദേഹത്തിന് തട്ടിക്കൊണ്ടു പോകാനും വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നാണ് ആ പോറ്റി പറഞ്ഞത്. അപ്പോൾ ആ പോറ്റി അത് പറഞ്ഞപ്പോൾ ഈ രണ്ടുപേരും, ഈ ഭാര്യയും ഈ മകനും അത് അപ്പാടെ വിശ്വസിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെയാണ്. അത് നമ്മൾ ചിന്തിക്കണം. ഒരു പോറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യം പറഞ്ഞു എന്ന് ഒരിക്കലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. കാരണം ജീവിതം തുടങ്ങുമ്പോൾ ഈ സ്ത്രീക്ക് ഒന്നുമില്ല, ഒരു പിടി മണ്ണോ സ്വന്തമായിട്ടോ ഒന്നുമില്ല. ഇദ്ദേഹത്തിനോടൊപ്പം വന്നതിന് ശേഷമാണ് ഇപ്പോൾ താമസിക്കുന്ന വീടും സ്ഥലവും, മറ്റൊരു ഭാഗത്ത് വീടും സ്ഥലവും, ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് കാറുകളും ബൈക്കും, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തത് അദ്ദേഹമാണ്. പക്ഷെ അത് ഒരുക്കി കൊടുക്കുമ്പോൾ ഒന്നിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടില്ല, അവകാശിയുടെ സ്ഥാനത്തൊന്നും വെച്ചിട്ടില്ല. ആ സ്ത്രീയുടെ പേരിന് മാത്രമാണ് അദ്ദേഹം അതെല്ലാം നേടിക്കൊടുത്തത്. ഇപ്പോഴും അവരെ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട്. മാസങ്ങളല്ല, വർഷമായി ഇപ്പം മാറിപ്പോയിട്ട് അവർ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇവരെ നശിപ്പിക്കാനാണെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. ഇവരുടെ വസ്തുക്കൾ തട്ടിപ്പറിക്കാനെന്നാണ് ആ പോറ്റി പറഞ്ഞു കൊടുത്തത്. അത് ഈ സ്ത്രീ വിശ്വസിച്ചു. ഈ വസ്തു എങ്ങനെ ഉണ്ടായി? അദ്ദേഹം വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് സുഖമില്ലേ അവരുടെ പേരിന് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന് പിന്നെ തട്ടിപ്പറിക്കാനായിട്ട്? അതൊരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ, ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ലേ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ പേരിന് വാങ്ങിച്ചു കൂട്ടിയിട്ട് ഇതെല്ലാം കാലശേഷം അവർക്ക് എങ്കിലും വയ്ക്കുമായിരുന്നു. അദ്ദേഹത്തിന് ആ വസ്തുക്കളോട് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ. ഇല്ലെങ്കിൽ രണ്ടുപേരുടെയും പേരിനെ വാങ്ങിക്കുള്ളൂ. അവരുടെ പേരിന് മാത്രം ഇതെല്ലാം അദ്ദേഹം സമ്പാദിച്ചു കൊടുത്തത് അദ്ദേഹത്തിന് അതിനോടൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അവർക്കാണ് അത് വേണ്ടത്, അവർക്ക് സംരക്ഷണം വേണം. അദ്ദേഹത്തിനോട് വന്നു ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് മരണം സംഭവിച്ചപ്പോലും അവരാരും മോശമായ അവസ്ഥയിലേക്ക് പോകരുതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് വാങ്ങിച്ചു കൊടുത്തത്. അത് മനസ്സിലാക്കാൻ പോലും ഇവർക്ക് സാധിച്ചില്ല. ഏതോ ഒരു പൊട്ടൻ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് അത് വിശ്വസിച്ചു. എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം ഈ രണ്ടുപേരും തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാദം. അവിടെയും ചിന്തിക്കാൻ അല്പം പോലും ശേഷിയില്ലാതായി പോയി ഈ സ്ത്രീക്ക്. കാരണം ഇപ്പോഴും ആ രണ്ടുപേർക്കുള്ള ലാവിഷായിട്ടുള്ള ചെലവിനുള്ള പൈസ അദ്ദേഹമാണ് അവർക്ക് എന്നും എത്തിച്ചു കൊടുക്കുന്നത്. തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ചെലവിനുള്ള കാശ്, അല്ലെങ്കിൽ അവർക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള കാശ് കൊടുക്കാതിരുന്നാൽ അവർ തകരൂലേ? അപ്പം അങ്ങനെ പോലും ചിന്തിക്കുന്നില്ല ആ സ്ത്രീ. അത്രയും ചിന്തിച്ചില്ല. അത്രയ്ക്കുള്ള ബോധമില്ലായിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അത്രയേറെ പക നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈ പൊട്ടം പറഞ്ഞത് അവരെ വിശ്വസിച്ചത്. അപ്പം ഇതാണ് കൈവശത്തിലെ ഏറ്റവും വലിയ കള്ളത്തരങ്ങളെന്ന് പറയുന്നത്. ഒരാൾ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് കൈവശം തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, എന്തിനാണ് തന്നത്? ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, എന്തെങ്കിലും ലോജിക്കുണ്ടോ? നമ്മൾ ചിന്തിക്കണം. എന്നോട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, 17 വയസ്സിലേ എനിക്ക് കൈവശം കിട്ടി, അല്ലെങ്കിൽ 12 വയസ്സിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ 12 വയസ്സായ ഒരു കൊച്ചു ചെറുക്കനെ കൈവശം കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കൈവശം കൊടുക്കുന്ന ഒരാളെ നശിപ്പിക്കുവാനാണ്. ഒരു മുതിർന്ന ഒരാൾക്ക് കൈവശം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം. കൊച്ചുകുട്ടികൾ 5ാം ക്ലാസ് വരെ നന്നായി പഠിച്ചു, 6ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? തൊട്ടടുത്തുള്ള സ്ത്രീ കൈവശം കൊടുത്തു. ഇത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ പൊട്ടത്തരമാണെന്ന്. ഇത് പറഞ്ഞു കേട്ട് വിശ്വസിച്ച് പോകുന്നവരെ വേണം നമ്മൾ കുറ്റം പറയാനായിട്ട്.
കൈവശം എന്ന് പറഞ്ഞത് ഭൂമിയിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത് മുതിർന്നവർ തമ്മിൽ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള കൈവശങ്ങൾ അധികം ഏൽക്കാറില്ല എന്നുള്ളൊരു പരമമായ സത്യമാണ്. ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെയുള്ള പോറ്റിമാരായാലും ജ്യോതിഷികളായാലും ആരായാലും ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നവർ എന്ത് പറഞ്ഞാലും അത് നമുക്ക് കൂടി ബോധ്യമാകണം. ഇല്ലാതെ കേൾക്കുന്നത് അതേപടി വിശ്വസിച്ച് മുന്നോട്ട് പോകരുത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചില ആൾക്കാർക്ക് ഇതങ്ങ് പാടെ വിശ്വസിക്കും. ഇപ്പം നമുക്കൊരു രോഗമുണ്ടെങ്കിൽ പോലും ഒരു രോഗാവസ്ഥ കൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ രോഗവുമുണ്ട്, ദോഷമുണ്ട്. ദോഷത്തെ ഞാൻ പരിഹരിച്ചു തരാം. ഇതിന് ശേഷം നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. മരുന്ന് കഴിക്കാനല്ല, ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ മരുന്ന് കൂടി കഴിച്ച് അത് പൂർത്തിയാകണമെന്ന് പറഞ്ഞാൽ അതിനുശേഷം, അതായത് നമ്മൾ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ അതിനുശേഷം ഡോക്ടറടുത്ത് പോകാൻ പറഞ്ഞാൽ പറയും അവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞെന്ന് പറയും. അവർക്ക് ഡോക്ടറെ കാണാനോ മരുന്ന് കഴിക്കാനോ താല്പര്യമില്ല. അപ്പോൾ രോഗങ്ങൾക്ക് ഒരിക്കലും പൂജാതി കർമ്മങ്ങൾ കൊണ്ട് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. അതിന് ഡോക്ടറെ കണ്ട് ചികിത്സ തന്നെ വേണം. ദോഷങ്ങൾ പൂജാതി കർമ്മങ്ങൾ കൂടിയോ ക്ഷേത്ര വഴിപാടുകൾ കൂടിയോ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ചോദ്യവും ഇതായിരുന്നു, കൈവശം സത്യമാണോ എന്ന് ചോദിച്ചാൽ കൈവശം സത്യമാണ്. പക്ഷെ അതൊരാൾ നമുക്കുണ്ട് എന്ന് പറഞ്ഞു തരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. ആരാണ് നമുക്ക് കൈവശം തന്നത്? അത് അദ്ദേഹം പറഞ്ഞേ പറ്റൂ. 2, എന്തിന് തന്നു? ഈ 2 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. എന്തിന് തന്നു? ആ പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് കൂടി ബോധ്യമാകണം. ഇല്ലെങ്കിൽ ഇത് കേട്ട് ഇതേ കണക്ക് പ്രവർത്തിക്കാൻ പോകുന്ന നിങ്ങളെപ്പോലെ വിഡ്ഢിയും ശേഷം തകരുന്ന നിങ്ങളുടെ ജീവിതത്തിനും ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. കൈവശം സത്യമാണെന്ന് ചോദിച്ചാൽ സത്യമാണ്. പക്ഷെ അത് നമുക്കുണ്ടോ എന്ന് പറഞ്ഞു തരുന്ന ജ്യോതിഷികൾ കള്ളം പറയുകയാണോ എന്നുള്ളത് നമ്മളാണ് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു അപകടത്തിൽ ചെന്ന് പെടാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായോ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും സർപ്പദോഷങ്ങളോ പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ട് അവിടെ വന്നാലേ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ട് വന്നറിയാൻ സാധിക്കും. അതിനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.